ഹായ് ഫ്രണ്ട്സ്, ടിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പപ്പടവടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ കറുമുറുന്നോളം അടിക്കുന്നത്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കത് കുപ്പിയിലിട്ട് വെച്ചാൽ നമുക്ക് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വീട്ടിൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കില്ല. അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടാണ് വാഴ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് പപ്പടം. അത് ഞാൻ നടുമുറിച്ചാണ് വെച്ചിരിക്കുന്നത്. അതൊരു 12 പപ്പടം ഞാൻ നടുമുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് എള്ള്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കായം ഞാൻ മുഴുവൻ കായം വെള്ളത്തിലിട്ട് ചാലിച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പും കുറച്ച് നമ്മുടെ പാകത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ അരിനൊന്ന് അരയ്ക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിന് പകരം ഞാൻ ഇപ്പോൾ ഈ കായം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ കായത്തിൻ്റെ വെള്ളം കൊണ്ടാണ് ഞാനിപ്പോൾ അത് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാലും മതി. ഞാൻ എൻ്റെ കയ്യിൽ പൊടിയില്ലാത്ത കാരണം ഞാനത് കായം വെള്ളത്തിലിട്ട് ചാലിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഞാനത് അരയ്ക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുത്തുള്ളത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടിയാണ് എടുത്ത് വെച്ചത്, ഒരു 1/2 സ്പൂണ് അത് എടുത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ജീരകം ഒരു 1/2 സ്പൂണ്, എള്ള് ഒരു ടീസ്പൂൺ ഇട്ടുണ്ട്. എള്ളാണ് ഇതിൽ ഇത്തിരി അധികം വേണ്ടത്, കാണാൻ നല്ല ഭംഗിയായിട്ട് കളിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഉപ്പ് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് പോരായില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവിന് ഇത്ര ലൂസ് മതി കേട്ടോ. ഇനി അധികം ലൂസ് ആവണ്ട കേട്ടോ, ഇത്രയും ലൂസിൽ മതി. നമ്മൾ ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കിയുള്ളൂ കേട്ടോ. പിന്നെ പപ്പടത്തിൽ ഉപ്പുള്ള കാരണം അധികം ഉപ്പ് വേണ്ട. മാവിനൊക്കെ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാം. ഞാനപ്പോൾ ചീന്തിക്ക് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായിട്ട്, നമ്മൾ ചൂടായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ മാവ് ഒരു തുണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. അങ്ങനെ നന്നായി പൊന്തി വരും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. എന്തെങ്കിലും ഒഴിച്ച് തരാം, ഒന്ന് മുരിഞ്ഞോട്ടെ. ഇനി നമുക്ക് ഇവിടുന്ന് കോരികളെ മാറ്റാം. നമ്മൾ ഈ പപ്പടം എടുത്തിട്ട് നമ്മൾ ഈ മാവിൽ മുക്കുക. 2 ഭാഗം നന്നായി ഒന്ന് മുക്കി കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. അരിമാവിലായതുകൊണ്ട് നമുക്ക് കുറച്ച് വേവുണ്ട് കേട്ടോ. അരി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതനുസരിച്ച് കുറച്ച് നേരം മറിച്ചിട്ട് വേണം വേവിക്കാം കേട്ടോ. ഈ വല്ലാണ്ട് കൂടാണെന്ന് വെച്ചാൽ ഒന്ന് കുറച്ചിടാം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തോളാം. അതൊരു പപ്പടയുടെ 2 ഭാഗം നല്ല ബ്രൗൺ കളറാവണ വരെ നമ്മൾ മറിച്ചിട്ട് വേവിക്കണം കേട്ടോ. പച്ചരിയുടെ കൊണ്ട് നമുക്ക് ഇത്തിരി വേവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേവിച്ചോളാം. അപ്പോൾ നമ്മുടെ ഈ പപ്പടവട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് പോരാം.
ഞാനിതിൽ മുന്നേ നമ്മുടെ പരിപ്പ് വടയുടെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. അഭിപ്രായം പറയാം മക്കൾക്ക്. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ പപ്പടവട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.